അയ്യ വണക്കം വേണമെങ്കിലേ എല്ലാം പറഞ്ഞിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുള്ളൂ. അതായത് മേയർ ആര്യ രാജേന്ദ്രനെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തുകൊടുത്ത വാർത്തയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഓന്ത് ഗോവിന്ദണ്ണൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിന്റെ പേരിൽ ഓന്ത് ഗോവിന്ദണ്ണനെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എടുത്തുകൊടുത്ത വേറൊരു വാർത്തയുണ്ട്. ഇതൊന്നും പോരെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മുടെ കേന്ദ്ര കമ്മിറ്റികളെല്ലാം കൂടെ മൊത്തത്തിൽ എടുത്തുകൊടുത്ത വേറൊരു വാർത്തയുണ്ട്. ഇനി ഇതും പോരെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 29 കോടിയുടെ CPMന്റെ സ്വത്ത് മൊത്തത്തിൽ കണ്ടുകെട്ടി. അതായത് അടപടലം പോയ വേറൊരു വാർത്തയുണ്ട്. ഇഷ്ടമുള്ള വാർത്ത ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഈ വാർത്തകളെല്ലാം ചൂസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. പ്ലേ. കരിങ്കാലനല്ലേ എൻ്റെ കേരളം വാഴണ വിജയേട്ടൻ, വടിവാളെടുത്ത് ഈ ബ്രണ്ണൻ വരാന്തയിലാറാട്, എരിവേറിയ പരിപ്പ് വടയോ ഏട്ടാ നിൻ മനസ്സ്, കരിമ്പാറ പോലുള്ള കാര്യത്തില് വണ്ടി 100 സ്കോട്ട്, കലി തുള്ളിയ ഏട്ടൻ്റെ മുന്നിൽ ഷീ ജിൻപിങ്ങും വീഴും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗുണവധികാരം കൊണ്ട് എന്തായിരുന്നാലും CPM അടപടലം തേഞ്ഞു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ നികേഷ് കുമാർ ഞാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഞാനും വരാം എന്ന് പറഞ്ഞ് അപ്പുറത്ത് കിടന്ന് വലിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ CPM കേന്ദ്ര കമ്മിറ്റി മൊത്തത്തിൽ എടുത്തു കൊടുത്തിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലെ അവലോകനം എല്ലാം ചുരുട്ടിക്കൂട്ടി തോട്ടിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. തിരുവനന്തപുരത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റി, അത് കുറച്ചങ്ങോട്ട് മാറി തൃശ്ശൂരിൽ നിന്നാൽ സംസ്ഥാന കമ്മിറ്റി, കണ്ണൂർ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര കമ്മിറ്റി. അത് മാത്രമാണ്. പിന്നെ സീതാറാം യെച്ചൂരിക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ലല്ലോ. ഇത്തവണ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്തത് ആർക്കാണെന്ന് സീതാറാം യെച്ചൂരിക്ക് പോലും അറിഞ്ഞുകൂടായിരിക്കും. എന്ത് കഴിഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിഷയം വന്ന് നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിവന്നൂർ വിഷയത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ഇടപെട്ട വിഷയമാണ്. അതെന്തിനാ ഇപ്പം പറയുന്നതെന്നല്ലേ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇരിക്കട്ടെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റൂ. എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി ഇടപെട്ട കരിവന്നൂർ വിഷയത്തിൽ 29 കോടി രൂപയുടെ സ്വത്താണ് CPM അടപടലം കണ്ടുകിട്ടിയത്. പിന്നെ മറ്റേ വേട്ടാവളിയാണ് പാവങ്ങളുടെ പണം ഊറ്റി ജീവിച്ച് സ്വന്തം മകന് ആഡംബരക്കാറും വിവാഹവും അടക്കം നടത്തിയ CPMന്റെ ആ വേട്ടാവളിയനെ ഇരുന്ന കസേരയോടുകൂടി ജപ്തി ചെയ്തുകൊണ്ട് പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റും. എന്ത് കഴിഞ്ഞാലും CPMന്റെ ആട്ടപടലം പൂട്ടിയിരിക്കുകയാണ്. സ്വത്തുകൾ മൊത്തം കണ്ടുകെട്ടിയിരിക്കുകയാണ്. നമ്മുടെ കരിവന്നൂർ ബാങ്ക് വിഷയത്തിൽ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് CPMനെ ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകൾ ഉൾപ്പെടെ പാർട്ടിയുടെ 8 അക്കൗണ്ടുകൾ ED കണ്ടുകെട്ടി 29 കോടി രൂപയുടെ നിക്ഷേപവും സ്വത്തുവകകളുമാണ് കണ്ടുകെട്ടിയത്. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെ 9 പേരുടെ സ്വകാര്യ അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. കരിവന്നൂരിലെ വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായി പാർട്ടി നേതൃത്വം നേരിട്ട് പണം കൈപ്പറ്റിയെന്നാണ് EDയുടെ കണ്ടെത്തൽ എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ MP ആയാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കരിവന്നൂർ വിഷയത്തിലുള്ള ആൾക്കാർക്ക് നീതി നേടിക്കൊടുക്കുന്നതായിരിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും നീതിയുടെ പൊൻകിരണങ്ങൾ ഇപ്പം കാണുന്നുണ്ടോടാ കമ്മിക്കുട്ട എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഒരു അവലോകനം നടത്തിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ വോട്ട് ചോർന്നു പോകുന്നതെന്ന്. അവിടെ നമ്മുടെ ഓന്ത് ഗോവിന്ദണ്ണം പല രീതിയിൽ, അല്ല ഈ ഓന്ത് ഗോവിന്ദണ്ണൻ എന്ന് വിളിക്കുന്നത്, ഈ അണ്ണൻ ഈ ഇടയ്ക്കിടയ്ക്ക് നിറം മാറിക്കൊണ്ടിരിക്കും. പലപ്പോഴും അണ്ണൻ്റെ വിചാരം ഇപ്പോഴും ദേശാഭിമാനി യുഗം എന്നാണ്. ഈ ദേശാഭിമാനി യുഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ടൊരു കാര്യം പറയും, അതായത് ഗണപതി മിത്താണെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുമുള്ള നിലപാട്. ഗണപതി മിത്തല്ലാതെ പിന്നെ എന്താണ് എന്ന് അണ്ണൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് CPMന്റെ ദേശാഭിമാനിയിൽ അടിച്ചു വരും. അപ്പോൾ അണ്ണന് നിലപാട് മാറ്റാൻ ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അണ്ണ പറയുന്ന ടൈമിൽ ലൈവ് പോവുകയാണ്. അങ്ങനെ ലൈവ് പോകുന്ന സാധനം നാട്ടുകാർ മൊത്തം കാണുകയാണ്. അങ്ങനെ ലൈവ് പോയി കഴിഞ്ഞ് നാട്ടുകാർ മൊത്തം കണ്ട് കലിപ്പാകുമ്പോൾ അണ്ണ അടുത്ത ദിവസം എന്ന് പറയും ഗണപതി മിത്തല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഗണപതി മിത്താണെന്ന് എന്നിങ്ങനെ അണ്ണൻ പറയുമല്ലോ. അതുകൊണ്ട് ഇത്ര ചടുലമായിട്ട് നിറം മാറാനുള്ള കഴിവ് ഓന്തുവിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അണ്ണൻ്റെ ഈ നിലപാട് മാറ്റം കണ്ട് ഓന്ത് തൂങ്ങിച്ചെത്തു എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളുകൾ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് കഴിഞ്ഞാലും നമ്മുടെ ഗോവിന്ദണ്ണനെ നമ്മുടെ ആലപ്പുഴയിലെ CPM ജില്ലാ കമ്മിറ്റികൾ മൊത്തത്തിൽ എടുത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അങ്ങേര് ഒരു സംസ്ഥാന പാർട്ടി സെക്രട്ടറി അല്ലേ അങ്ങേര് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CPMല് ഈ സംസ്ഥാന പാർട്ടി സെക്രട്ടറിക്ക് ഒരു വിലയില്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുമായിരുന്നു. നമ്മുടെ സ്രാങ്ക് പറയുന്നത് പോലെ ഓന്ത് ഗോവിന്ദണ്ണ ഇപ്പം ഇന്ന് പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്രാങ്ക് കള്ളു കുടിച്ചിട്ട് പറയുന്നത് പോലെ ഇപ്പം ചിരിക്കും. യവന്മാരൊക്കെ ഇപ്പം എന്നെ കണ്ടാൽ ചിരിക്കും. പണ്ടൊക്കെ എന്നെ കാണുമ്പോൾ പെടുക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെ ആയി നമ്മുടെ ഓന്ത് ഗോവിന്ദണ്ണൻ്റെ കാര്യം എന്ന് പറയുന്നത് പോട്ടെണ്ണ സാരമില്ല. എന്തായിരുന്നാലും വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചതാണ് ഇപ്പോൾ ഓന്ത് ഗോവിന്ദണ്ണനെ എല്ലാ എണ്ണം കൂടെ എടുത്തിട്ട് കൊടുക്കാനുള്ള കാരണമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ നികേഷ് കുമാർ അപ്പുറത്ത് നിന്നോട്ട് ഞാൻ കൂടെ വന്നോട്ടെ, അതായത് വിശാലമായിട്ടുള്ള ഈ CPM എന്ന് പറയുന്ന പൊട്ടക്കുളത്തിൽ നിങ്ങൾ നീന്തി കുളിച്ചോളൂ, ഞാൻ സൈഡിൽ തന്നെ ചൂണ്ടയിട്ടോട്ടെ എന്ന് പറഞ്ഞാണ് നികേഷ് കുമാർ അപ്പുറത്ത് നിന്ന് കാലി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദണ്ണൻ്റെ. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ 2 വാർത്തകൾ സുഗമമായി പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് വരാം. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് മേയർ ആര്യ ചേച്ചിയാണ്.
വാർത്തകളുടെ ഒരു പ്രളയമാണ്. കണ്ടന്റിന് വേറെ ഒരിടത്തും പോകണ്ടേ, ഇവർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയും. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ മേയർ ആര്യ രാജേന്ദ്രനെ ഇവർ എടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മേയറുടെ പെരുമാറ്റം എന്ന് പറയുന്ന ആ സാധനമുണ്ടല്ലോ, ഒട്ടും പോരാ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേയറുടെ പെരുമാറ്റം ഒട്ടും പോരാത്തതിന് ഈ മേയർ ഈ പെരുമാറ്റം കൊണ്ടാണ് മുമ്പോട്ട് പോകണമെങ്കിൽ CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത തവണ ഊഞ്ഞാലാടും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേയറുടെ ഈ പെരുമാറ്റം വളരെ മോശം, ഇങ്ങനെ പെരുമാറ്റമുള്ള ഒരു മേയറിനെ ഞാൻ കരിയറിൽ കണ്ടിട്ടില്ല, അവനോടൊന്നും തോന്നല്ലേ എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള വിമർശനം വന്നിരിക്കുന്നത്. മേയറുടെ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മേയർ റോഡിൽ കിടന്ന് കാണിച്ച ഷോയും, മേയർ പൊങ്കാലയ്ക്ക് കിടന്ന് കാണിക്കുന്ന ഷോയും, മേയർ റോഡിൽ കിടന്ന് കാണിക്കുന്ന ഷോയും, മേയർ പൊങ്കാലയ്ക്ക് കിടന്ന് കാണിക്കുന്ന ഷോയും, ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ ദേശാഭിമാനി യുഗമൊന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈസി ആയിട്ട് ഇപ്പോൾ അറബിക്കടലിലോട്ട് ഒലിച്ചു പോകാൻ ഒരു പാടുമില്ല. അങ്ങനെ ദേശാഭിമാനി യുഗം അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെയും അപ്പോൾ ഉള്ള സ്പോട്ട് അപ്ഡേറ്റുകൾ നാട്ടുകാരിലേക്ക് എത്തുകയാണ് എന്ന് മേയറമ്മയായിരുന്നാലും നമ്മുടെ ഗോവിന്ദണ്ണനായിരുന്നാലും പിണറായി സഖാവായിരുന്നാലും അറിയണം. പിന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് വലിയ രീതിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാവാനായിട്ടുള്ള കാരണം ഈഴവ വോട്ടുകൾ ഇത്തവണ പാർട്ടിക്ക് ലഭിക്കാത്തതാണ്. പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ അടർന്നു പോയതാണ് കാരണം. അതോടുകൂടി സംസ്ഥാന കമ്മിറ്റി വെച്ച് കെട്ടി. കേന്ദ്ര കമ്മിറ്റിയിൽ വന്നപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് തോട്ടി കളഞ്ഞിട്ട് ഈഴവ വോട്ട് എങ്ങനെ പോയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് കേന്ദ്ര കമ്മിറ്റി ചോദിച്ചത്. ഈഴവ വോട്ട് പോയതാണെന്ന് അത് പൊട്ടാനും മനസ്സിലാവും. പക്ഷേ ഇത് എങ്ങനെ പോയി, ഇതിൽ പോകാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ എണ്ണം കൂടെ ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കേൾക്കാനിടയായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഭക്തൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഭക്തി മൂത്തിറക്കിയത്. അയ്യോ മറ്റതല്ല, മറ്റേ തീയിൽ കുരുത്ത കഴുത അതല്ല, അത് വേറെ പാട്ടാണ്. മറ്റേ തീയിൽ കുരുത്തൊരു കഴുതയെ കൊടുങ്കാറ്റിൽ പറക്കും അങ്ങനെ പാട്ടില്ല, അതല്ല. ഇത് വേറൊരു ഡോക്യുമെൻ്ററി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണെന്നറിയണം, എന്താണെന്നറിയണം എന്നൊക്കെ പറഞ്ഞൊരു ഡോക്യുമെൻ്ററി മുഖ്യമന്ത്രി പിണറായിയെ സംബന്ധിച്ച് ഒരാൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഡോക്യുമെൻ്ററി സംവിധായകൻ KS സുഭാഷ് പിൻവലിച്ചു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരാളുടെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളെ ആരാധിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ക്രിസ്പി പറഞ്ഞതുപോലെ മഹാന്മാരെ അടുത്തറിയുമ്പോഴാണ് ഉള്ളിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സുഭാഷണ്ണൻ അത് പിൻവലിച്ച് കണ്ടം വഴി ഓടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന് യുവതലമുറ അറിഞ്ഞിരിക്കണമെന്ന അർത്ഥത്തിൽ നിർമ്മിച്ചതാണ് ഡോക്യുമെൻ്ററി എന്ന്. പക്ഷേ ഈ തരുണത്തിൽ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് മുക്കി കണ്ടം വഴി ഓടിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് മേയറുടെ വാർത്ത ഇതൊന്നുമല്ല, CPM പ്രതി ചേർത്തു എന്നുള്ളതാണ്. ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM പ്രതി ചേർത്ത് 29 കോടി രൂപ കണ്ടുകെട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. അതൊരു മില്യൺ ജാക്ക്പോട്ട് വാർത്തയാണ്, പറയാതിരിക്കാൻ വയ്യ. CPM എന്ന് പറയുന്ന ഇത്ര വലിയൊരു ജയൻറ്റ് പാർട്ടിയുടെ 29 കോടി രൂപ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ നരേന്ദ്രമോദിക്ക് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. കമ്മികൾക്ക് ചൊറഞ്ഞു വരിക നമ്മൾ കാര്യമാക്കേണ്ട, അത് അവരുടെ ജീനിലുള്ളതാണ്. പിന്നെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് സുഡാപ്പികൾക്കും ചിലപ്പോൾ ചെറിയ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായേക്കാം. കാരണം സുഡാപ്പികൾ രാവിലെ സഖാക്കളും രാത്രി സുഡാപ്പികളുമാണ്. അങ്ങനെ ഇവരെ മൊത്തത്തിൽ സഖാപ്പികൾ എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അതൊരു വലിയൊരു നീക്കമായി പോയി. യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്നാണ് ഈ 29 കോടി രൂപ CPM കണ്ടുകെട്ടിയത്. CPM എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിനകത്ത് പ്രതി ചേർത്തത്. പോരാത്തതിന് ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകൾക്ക് പുറമെ വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ 6 അക്കൗണ്ടുകളും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നു. പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് വാങ്ങിയ സ്ഥലവും കണ്ടുകെട്ടിയിട്ടുണ്ട്. കരിവന്നൂരിലെ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഈ സ്ഥലം വാങ്ങിയതെന്നാണ് ED കണ്ടെത്തൽ എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. അതായത് കരിവന്നൂരിലെ ആൾക്കാരുടെ പൈസ സഹകരണ ബാങ്കിൽ ചേർത്ത് അത് അവരെ പറ്റിച്ച് അവരുടെ പൈസ എടുത്തിട്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളും പണിയുന്നതിന് പുറമെ ഓരോരോ നേതാക്കളുടെ മക്കളുടെ വിവാഹം വരെ അവരതിനകത്ത് നിന്ന് നടത്തുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചില്ലറക്കളിയല്ല ഷാനി, ഇത് ചില്ലറക്കളിയല്ല എന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലത്തെ കാര്യമാണ്. എന്ത് കഴിഞ്ഞാലും CPM വാർത്തകളുടെ ഒരു പ്രളയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ശൈലി മാറ്റാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെ മാറ്റല്ലേ എണ്ണ, ദയവ് ചെയ്ത് ശൈലി മാറ്റല്ലേ, കണ്ടന്റ് ക്ഷാമം വരും, അതുകൊണ്ട് ശൈലി എണ്ണ മാറ്റണ്ട. ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെ നോ പ്ലാൻസ് ടു ഇംപ്രസ്, നോ പ്ലാൻസ് ടു ചേഞ്ച്. ഞാൻ ഇനിയും UAE പോവും, ഇനിയും ഞാൻ ദുബായിൽ പോവും, ഇനിയും നെതർലാൻഡിൽ പോവും, ഡച്ച് മാതൃക പഠിക്കും, UAE വഴി തിരിച്ചു വരും, അവിടെ ഫുഡ് അടിച്ചും അവിടെ ഞാൻ AC കിടന്നുറങ്ങി ഞാൻ സുഖിച്ച് ഞാൻ പണ്ടാരം അടങ്ങും. അങ്ങനെ ഞാൻ ചെയ്യും. കാരണം
ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ എന്ന് നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം. അതുകൊണ്ട് അണ്ണാ ശൈലി മാറ്റല്ലേ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.